നമസ്കാരം. കഴിഞ്ഞ മെസ്സേജിൽ സൃഷ്ടാവാം ദൈവം ആയ ശരിക്കുള്ള ശിവം അല്ലെങ്കിൽ കോപഭാവമായ ശിവൻ എന്നൊക്കെ പറയുന്നതല്ല നമ്മുടെ ഭൂമിയിലുള്ള ഈ കൈലാസം, ഹിമാലയ പർവ്വതത്തിലുള്ള കൈലാസത്തിലൊക്കെ ഉള്ള ആ ശിവനും സൃഷ്ടാവായ ദൈവവും ഒന്നല്ല. അപ്പൊ അത് വെച്ചിട്ട് ഒരുപാട് സംശയങ്ങൾ പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടിയാണ് ഒരു മെസ്സേജ് ഇപ്പൊ ഞാൻ തയ്യാറാക്കുന്നത്. സൃഷ്ടാവാം ദൈവം അല്ലെ, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ അദൃശ്യമായ ആ ശക്തി, ആ ഒരു മനസ്സ്, അതിന് രൂപമോ പ്രത്യേകിച്ച് പേരോ ഒന്നും ഇല്ല, ആർക്കും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുമില്ല. പിന്നെ ഓരോ ദേശത്ത് ഓരോ വ്യക്തികൾ അവരുടെ പ്രാർത്ഥന, അവരുടെ ദൈവമായിട്ടുള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് ആ സൃഷ്ടാവാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ആ സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്നും ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്ന ലെവലിൽ എത്തുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് അവർക്ക് കൊടുക്കുന്ന ലെവലിൽ ഉള്ള ചില പേരുകളും മറുപടികളും ഒക്കെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ശരിക്കും എന്താണ് ദൈവത്തിന്റെ പേര് എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന പേര് ഇവർക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ടുള്ള പേരല്ല, വേറൊരു പേരാണ്. അപ്പൊ എന്താണ് ദൈവമേ അതിങ്ങനെ പുതിയ പേര് പറയുന്നു എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരു പേര് ആ സൃഷ്ടാവ ദൈവത്തിന് ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഈ ഭൂമിയിലുള്ള വെറും കൃമിയെ പോലുള്ള മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനപ്പുറത്ത് എനിക്ക് ചോദിക്കാൻ പറ്റൂല. എന്നാൽ എനിക്ക് ഈ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ എനിക്കൊരു പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതും ശരിക്കുള്ള പേരല്ല. അപ്പോൾ ഓരോ മതങ്ങളിലും ഓരോ വ്യക്തികൾ ദൈവത്തിന് ഓരോരോ പേരുകൾ പറയുന്നത്, ഇതെല്ലാം ശരിയാണെന്ന് വെച്ചാൽ ഇതെല്ലാം ശരിയാണ്, ഇതൊന്നും അല്ലേ എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല. ഇങ്ങനെയാണ് ദൈവത്തിന്റെ ആ മനസ്സിന്റെ രീതി. അപ്പോൾ ഈ കൈലാസം എന്ന് പറയുന്നിടത്ത് ആദ്യം മുതലേ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നമേ ഭരിച്ച് ഭൂമിയെ നിയന്ത്രിക്കുന്ന ആ ശിവൻ എന്ന് പറയുന്ന ആ ഏലിയൻ ശരിക്കും സൃഷ്ടാവ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു പുത്രനായിട്ട് വേണമെങ്കിൽ പറയാം. നമ്മൾ ജനിക്കുന്നത് പോലെ ഗർഭപാത്രത്തിലൂടെ അല്ല ജനിക്കുന്നത്. 7th ഡയമെൻഷനിലൊക്കെ ഉള്ള അതിനപ്പുറത്തോട്ടൊക്കെ ഉള്ള സൃഷ്ടികൾ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലിലാണ്. അതെങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. 4th ഡയമെൻഷനിലുള്ള ദൂതന്മാര് അല്ലെങ്കിൽ ദേവന്മാർ ജനിക്കുന്നതേ എങ്ങനെയാണെന്ന് നമുക്ക് പിടിയില്ല. അപ്പൊ 3 ഡയമെൻഷനിലെ ജനനം വെച്ച് ഒരിക്കലും നമുക്കത് പറയാൻ പറ്റൂല. പക്ഷെ ആ 3 ഡയമെൻഷനിലെ ജനങ്ങളെ സ്വാധീനിച്ച് അവരുടെ ഇടയിൽ 3 ഡയമെൻഷനുള്ള മനുഷ്യരുമായി ഇടകലർന്ന് ജീവിക്കാനുള്ള ആ കഴിവ് നമ്മുടെ ഹിമാലയത്തിലുള്ള ശിവൻ എന്ന് പറയുന്ന ഏലിയനുണ്ട്. കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളുണ്ട്. ഇതൊക്കെ ലക്ഷക്കണക്കിന് വർഷം മുണ്ടേ ഉള്ളതാണ്. അവരുടെ ആയുസ് എന്ന് നമുക്ക് പറയുന്നത് പോലെ മനുഷ്യരെ രീതിയിലല്ല ആയുസ്. 4th ഡയമെൻഷനിലെ ആയുസ് വേറെയാണ്, 5th വേറെയാണ്. അപ്പൊ അതിനെക്കാട്ടി മുകളിലുള്ള ഏറ്റവും വലിയ തലത്തിൽ വലിയ ഡയമെൻഷനിലുള്ള ഒരു ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഈ ഭൂമിയിൽ ഹിമാലയത്തിൽ വസിക്കുന്നത് എന്നാണ് എന്നോട് ദൈവം പറയുന്നത്. അപ്പോ ഇതൊക്കെ വെച്ച് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ച് സംശയം ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ദൈവത്തിന്റെ രൂപത്തെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും സൃഷ്ടാവ ദൈവം എന്ന രീതിയിൽ നമ്മൾ ആ ഏതാണ് ഏറ്റവും വലുത് എന്ന് വിചാരിച്ചിരുന്ന സങ്കല്പമല്ല ഇപ്പൊ മാറുന്നല്ലോ. അപ്പൊ ഇതല്ലേ യഥാർത്ഥ സൃഷ്ടാവായ ദൈവം? സൃഷ്ടാവ ദൈവത്തിന്റെ ഒരു കോപഭാവമുണ്ട്, അതിനെയും ശിവഭാവം എന്നാണ് പറയുന്നത്. ആ ഭാവത്തിൽ നിന്ന് ജനിച്ച ഒരു ഏലിയനാണ് കൈലാസത്തിലുള്ള ശിവൻ. അപ്പം അതും ശിവനാണെന്ന് വെച്ചാൽ ശിവഭാവത്തിൽ നിന്ന് വന്നൊരു ശിവൻ. അതേപോലെ വിഷ്ണുഭാവമുണ്ട്, സ്നേഹഭാവമുണ്ട്. മറ്റത് തീയാണ്, കോപഭാവത്തിൽ നിന്ന് ജനിച്ചതാണ്. സ്നേഹഭാവത്തിൽ നിന്ന് ജനിച്ച ഒരു ഏലിയനാണ് നമ്മൾ വിഷ്ണു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ മനുഷ്യരെല്ലാം പണ്ട് മുതലേ, അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഈ യോഗീശ്വരന്മാരും അവരും ഇവരൊക്കെ ഈ സത്യങ്ങൾ പറയാത്തത്? ഇപ്പം ഞാൻ ഈ പറയുന്നത് പോലെ ഒന്നും അവർ പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ, എനിക്ക് ദൈവം ഇത് പറഞ്ഞു തരുന്നു, നീ ഇത് ജനങ്ങളെ അറിയിക്കുന്ന പറയുന്നു, ഞാനത് ചെയ്യുന്നു. എനിക്ക് അത്ര അറിയാവോ? കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ കുട്ടിക്കാലം മുതലേ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ അദൃശ്യ ശക്തിയുടെ നിയന്ത്രണത്തിലാണ് ഞാൻ. എനിക്ക് എന്റെ ഇഷ്ടത്തിന് വേറെ ഒരു കാര്യം ചെയ്യാൻ കഴിയൂല. പിന്നീടാണ് ഈ ദൈവം എന്നോട് പറയുന്നത്, എന്റെ നിയോഗം ഇതാണ്, ആത്മാവിന്റെ നിയോഗം അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അല്ല, നമ്മുടെ ഇഷ്ടത്തിലല്ല ജീവിക്കേണ്ടത്. ഭൗതികമായി പല കാര്യങ്ങൾ കാണുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ഇഷ്ടവും താല്പര്യമില്ല അതിലോട്ട് പോകും. അതാണ് ഈ ബോധ മനസ്സിന്റെ കുഴപ്പം. പക്ഷെ ഉപബോധ മനസ്സായ നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടം അറിഞ്ഞു വേണം മുന്നോട്ട് പോകാൻ. അതാണ് ശരി എന്ന് മനസ്സിലായതിനു ശേഷം എന്റെ ആത്മാവിന്റെ ഇഷ്ടം എന്താണെന്നും ജോലി എന്താണെന്നും ചോദിച്ചെടുത്ത് തുടങ്ങി വന്നാണ് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായതും ഞാനിതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തത്.
ഇപ്പോഴാണ് എന്നോട് പറയുന്നത് ഈ സത്യങ്ങളെല്ലാം ജനങ്ങളെ അറിയിക്കണം. അപ്പൊ ഇപ്പോഴും പല കാര്യങ്ങളും എനിക്ക് സംശയങ്ങളുണ്ട്. അത് ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതിനൊക്കെ ഉത്തരങ്ങളും കിട്ടിയിട്ടുണ്ട്. നാളെ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇനി അത് പറഞ്ഞു തരും. പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് ക്ലാരിറ്റി ആയിട്ട് വന്നാലേ എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് 100% ഉറപ്പായ പല കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് സംശയമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും എനിക്കുണ്ട്. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ ഈ അറിവ്, ഇങ്ങനെയുള്ള ജ്ഞാനം അല്ലെങ്കിൽ ഈ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞത് അങ്ങനെ തീരില്ല. അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മൾ വയസ്സായി മരിക്കാറായാൽ പോലും ഇനി സംശയങ്ങൾ, ഇനിയും അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് ദൈവം എന്നോട് പറയുന്നത്. അപ്പൊ പലരുടെയും സംശയം ഇതാണ്, പ്രധാന സംശയം ഇതാണ്, നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നെല്ലാം തെറ്റിപ്പോയല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ ഈ പുതിയ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നു. കാര്യം ഇതാ എന്നോട് ദൈവം പറയുന്നു, അറിയിക്കാനും പറയുന്നു. കാര്യം ഈ അന്ത്യകാലത്ത് ദൈവം ഇങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കുന്നു. അപ്പൊ ചിലർ ചോദിക്കുന്നു, കേരളത്തിലുള്ള ഞാനല്ലാതെ വേറെ ആരും ഇത് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ, എനിക്കറിയാത്ത ഒരുപാട് ഭാഷകളിൽ പല ദേശത്തും ദൈവം ഇതേപോലെ ഇൻഫർമേഷൻ പലർക്കും കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഇത് പറയുന്നു എന്ന് പറയുന്നു. എനിക്കറിഞ്ഞൂടാ. അവർക്കൊക്കെ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ തന്നെ യൂട്യൂബിലൂടെയൊക്കെ ഈ വിധ കാര്യങ്ങൾ പറയുന്ന പലരെയും ഞാനിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നതെന്നും ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, പല കാര്യങ്ങളും. അപ്പൊ ഇനി പറഞ്ഞു കൊടുക്കുമായിരിക്കാം, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുമായിരിക്കാം. എനിക്ക് ഒരുപാട് കാര്യം ഇനിയും പറഞ്ഞു തന്നുകൊണ്ടിരിപ്പുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇനിയും അത് പറഞ്ഞു തരും. അപ്പൊ പലരുടെ ഒരു പ്രധാന സംശയം, അപ്പൊ നമ്മുടെ ആത്മാവ് ശരിക്കും കൈലാസത്തിലെ ശിവനെ അല്ലെങ്കിൽ ഏലിനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആത്മാവ് സൃഷ്ടാവാൻ ദൈവത്തിന്റെ ആ ഹൈ ലെവലിലേക്ക് പോകൂല. അതെങ്ങനെ പോകാൻ പറ്റും? സൃഷ്ടാവാൻ ദൈവത്തിന്റെ ഹൈ തലത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ബാക്കിയുള്ള സകല ദേവീ ദേവന്മാരിലോട്ട് മനസ്സ് നിൽക്കാതെ ആ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയുന്ന ആ അൾട്ടിമേറ്റിൽ മാത്രം മനസ്സ് വയ്ക്കണം. കാരണം നമ്മുടെ മനസ്സ് എങ്ങോട്ടാണോ ലക്ഷ്യം വെക്കുന്നത് അങ്ങോട്ടേ നമ്മൾ ആത്മാവ് പോവുള്ളൂ. ഇതാണ് ഇതിന്റെ അടിസ്ഥാന തിയറി. നമ്മുടെ മനസ്സ് എങ്ങോട്ടാണ് അങ്ങോട്ടാണ് നമ്മൾ ആത്മാവ് പോകുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇപ്പൊ മുരുകനാണ് എന്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നത് എന്ന സങ്കല്പത്തിൽ ഇരുന്നാൽ നമ്മുടെ മനസ്സ് അങ്ങോട്ടാണ്. അപ്പം ആ മുരുകഭക്തിയിൽ നിൽക്കുമ്പോൾ ഈ മുരുകൻ എന്ന് പറയുന്നത് കൈലാസത്തിലെ ശിവന്റെ പുത്രനാണ്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഒത്തിരി പാടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മനസ്സ് അത്രയും, നമ്മുടെ തലച്ചോറ് അത്രയും ലെവലിൽ അങ്ങനെ പോവില്ല. എനിക്ക് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് നാളെടുത്തു. ഞാൻ തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ പ്രാർത്ഥിച്ച് ചോദിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പിടികിട്ടിയത്. അപ്പോ കുറച്ചുകൂടെയൊക്കെ ലഘുകരമായ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാനായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ആ രീതിയിലൂടെയൊക്കെ ഞാൻ ഇനി മെസ്സേജുകൾ കുറച്ചുനാൾ കഴിയുമ്പോൾ ഞാൻ ചെയ്യും. അപ്പൊ കുറച്ചുകൂടെയൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇത് ഈ മുരുകൻ എന്ന് പറയുന്ന ആ ഏലിയന്റെ നിയന്ത്രണം മറ്റൊരു മുരുകന്റെ കയ്യിലാണ്. ആ മുരുകൻ എന്ന് പറയുന്നത് അതിന് പേരൊന്നുമില്ല, നമ്മൾ മുരുകൻ എന്ന് വിളിക്കാം. അതൊരു എനർജിയാണ്. അത് പ്രപഞ്ചത്തിലുള്ള സൃഷ്ടാവാൻ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആ ശക്തിയിലുള്ള ഒരു മുരുകനുണ്ട്. അതിന്റെ ഒരു പകർച്ചയാണ് ഈ ഭൂമിയിലുള്ള ഈ കൈലാസത്തിന്റെ ശിവന്റെ പുത്രനായ മുരുകനിലുള്ളത്. അതേപോലെ സൃഷ്ടാവാൻ ദൈവത്തിന്റെ കോപഭാവം എന്ന് പറയുന്ന ഒരു എനർജിയുണ്ട്. ആ എനർജിയിൽ നിന്നും ജനിച്ച ആ എനർജിയിലുള്ള ഒരു ഏലിയനാണ് ഈ കൈലാസത്തിലെ ശിവൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്നാണോ എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് വന്നതാണ്. അല്ല, ഒന്നെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്ന ശിവഭാവം, അല്ലെ ശിവൻ എന്ന് പറയുമ്പോൾ അതില് 100% ഈ ഭൂമിയിലുള്ള ഈ കൈലാസത്തിലുള്ള ആ ശിവനിൽ അതിന്റെ കുറച്ച് ശതമാനമേ കാണുള്ളൂ. 100 ഇവിടെ ഇല്ല. 100 പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുകയല്ലേ. ഇതൊരു ആ ശക്തിയിൽ നിന്ന് ജനിച്ച ഒരു ദേവനാണ്. അപ്പൊ ഈ സത്യങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് കൈലാസത്തിന്റെ ശിവനിലല്ല, ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ശിവം, അതിലോട്ട് എനിക്ക് പോകണം, ആ ഹൈയിലോട്ട് പോകണമെന്നാണ് മനസ്സാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മരണശേഷം അങ്ങോട്ട് പോകും. പക്ഷെ ആ സൃഷ്ടാവാൻ ദൈവത്തിന്റെ ഹൈ ഡയമെൻഷൻ, ഇപ്പൊ കൈലാസം എന്ന് പറഞ്ഞാൽ ഹൈ ഡയമെൻഷൻ ഒന്നുമല്ല. ആ ദേവൻ ആയ നിൽക്കുന്ന ശിവൻ എന്ന് പറയുന്നതും ഹൈ ഡയമെൻഷൻ അല്ല. അത് ഹൈയിൽ നിന്ന് വന്ന മറ്റ് ഡയമെൻഷനിലൂടെ ജനിച്ച ഒരു ദേവനാണ്. അങ്ങോട്ട് പോയാൽ മതിയെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാൽ മതി, അത് വിഷയമൊന്നും. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിലും അതിൻ്റെതായ ചില നിയമങ്ങളും കാര്യങ്ങളും ഭൂമിയിൽ അനുഭവിച്ച് പഠിച്ചെടുക്കാനുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇത് പിശാച് എന്ന് ഇപ്പം ക്രിസ്ത്യാനികൾ പലരും എന്നെ മെസ്സേജ് വിളിച്ച് വാട്സാപ്പിലൂടെയൊക്കെ മെസ്സേജ് ഇടുകയും ചെയ്യുന്നുണ്ട്, ഫോൺ ചെയ്ത് പറയുന്നുണ്ട് ശരിക്കും ഈ കൈലാസത്തിലെ ശിവൻ എന്ന് പറയുന്നത് പിശാചാണ് എന്ന്.
പിശാചാണ് എന്ന് പറയുന്നതിന്റെ കാരണം ഈ നശീകരണവും ശിക്ഷയും പീഡനമൊക്കെ ഉള്ളത് കൊണ്ട് ആ വിഭാഗം സ്നേഹത്തിന്റെ വിഭാഗം ആയതുകൊണ്ടാണ് ഇത് പിശാച് എന്ന് പറയുന്നത്. ദൈവത്തിന് ഇങ്ങനെ പിശാചെന്നും അതൊന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമുക്ക് തന്നെ ഒരു 5 മക്കളുണ്ട്. അതില് ഒരാൾ ഇത്തിരി വയലന്റ് ആയിട്ടുള്ള ഒരുവനാണ്, വേറൊരാള് എല്ലാവരെയും സ്നേഹിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനസ്സുള്ളതുണ്ട്. ഒരു മകൻ എന്ന് പറയുന്നത് വെട്ടൊന്ന് മുറി 2 എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് ക്ഷിപ്രകോപം, പെട്ടെന്ന് നശിപ്പിച്ചു കളയും, പെട്ടെന്ന് വയലന്റ് ആകും. അതൊരു മകനാണെങ്കിൽ ഈ അച്ഛന് പറയാൻ പറ്റുമോ ഇതില് ഈ 2-ൽ 1 എന്റെ മകനല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ മറ്റേ സ്നേഹഭാവത്തിൽ നിൽക്കുന്ന, കരുണയിൽ നിൽക്കുന്നവന് ഈ ചേട്ടനെ അംഗീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ചിലപ്പോൾ വഴക്കുണ്ടാവും, ഇവർ തമ്മിൽ ഇപ്പോൾ അടി കൂടിയെന്നിരിക്കും. പക്ഷെ ആ പിതാവായ അച്ഛന് രണ്ടുപേരും ഒരേപോലെയായിരിക്കും. അത് ഇയാളിൽ നിന്ന് ജനിച്ചതില്ലേ രണ്ടുപേരും. അപ്പൊ അതുകൊണ്ട് മറുവശത്ത് നിൽക്കുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് ഇറച്ചി, മാംസം, രക്തം ഒക്കെ കഴിക്കുന്ന വിഭാഗക്കാരെ കണ്ടുകൊണ്ട് പ്യൂർ വെജിറ്റേറിയനായ ശാന്ത ലെവലിൽ നിൽക്കുന്ന ആത്മീയർ അവരെ പിശാചുകളായിട്ട് കണക്കാക്കുള്ളൂ. പക്ഷെ അത് വേറൊരു സെക്ഷൻ, ഇത് വേറൊരു സെക്ഷൻ. അതുകൊണ്ടാണ് ബൈബിളിൽ യേശുവിലൂടെ സ്നേഹഭാവത്തിലൂടെ വരുമ്പോൾ ഇത് പിശാച് എന്ന് പറയുന്നതിന്റെ കാരണം ഇത് നെഗറ്റീവ് മൈൻഡ്, നെഗറ്റീവാണ് ഇപ്പുറത്തെ സംഗതി. ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം, തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അല്ലാതെ നമ്മളിപ്പം സ്നേഹഭാവത്തിൽ നിന്നും കൊണ്ട് കരുണയും അതുമൊക്കെ കാണിച്ച് അങ്ങനെ നിന്നിട്ട് കൈലാസത്തിലെ ശിവനായ ആ ശിവന്റെ രൂപം തന്നെ നമുക്കറിയാമല്ലോ. അവിടെ സ്നേഹ രൂപമല്ല, അത് വേറെ. പാമ്പും ജടയും വിരൂപനും എന്നൊക്കെ പറയുമ്പോൾ തന്നെ വേറെ ലെവലാണ്. പക്ഷെ അവിടെ പോണേനും ഒരു കുഴപ്പമില്ല, അതും ദൈവത്തിന്റെ ഒരു പുത്രൻ തന്നെയാണ്. അങ്ങോട്ട് വേണമെങ്കിലും പോവേണ്ടതൊക്കെ പോവാം. പക്ഷെ ഈ അറിവ് കിട്ടിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. ഇപ്പൊ എന്നോട് ദൈവം പറയുന്നത്, പലരും ഇപ്പൊ ശിവൻ, കൈലാസത്തിലെ ശിവനെ പ്രാർത്ഥിച്ചും പൂജിച്ചും ഭയങ്കരമായ രീതിയിൽ ഭക്തി നിന്നും, എന്നാൽ ഈ വ്യക്തികളെല്ലാം വളരെ ശാന്തരായിരിക്കും, നല്ല സ്വഭാവം. ഇവരൊക്കെ പ്രതീക്ഷയെല്ലാം ഇത് സൃഷ്ടാവാ ദൈവം എന്നാണ്. മരിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാവണത് അത് വേറെ, ഇത് ഇവിടത്തെ ഒരു ശക്തി, ഇവിടത്തെ ഒരു ദേവനായിരുന്നു. അപ്പൊ അവർ കരഞ്ഞു വിളിക്കും, ആത്മാവ് കരഞ്ഞു വിളിക്കും, തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കും. അപ്പൊ അവർക്ക് അടുത്ത ജന്മം കൊടുക്കും. പക്ഷെ ദൈവം ഒരിക്കലും, അല്ലെങ്കിൽ പോസിറ്റീവ് ശക്തിയിൽ ഒരിക്കലും ഉപേക്ഷിക്കില്ല, അവർക്ക് അടുത്ത ജന്മം കൊടുക്കും. അങ്ങനെയാണ് ഈ അനേക ജന്മങ്ങൾ വരുന്നത്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൂടെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഇനിയും വരും. ഇനിയുള്ള മെസ്സേജിലൊക്കെ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞത് മനസ്സിലാക്കി തരാം. പിടികിട്ടി വരാൻ പാടാണ്. കൈലാസത്തിലെ ശിവൻ പിശാച് എന്ന് ക്രിസ്ത്യാനികൾ ഒരു വിഭാഗം, പെന്തക്കോസ് വിഭാഗക്കാർ അങ്ങനെ പറഞ്ഞു വെച്ചാൽ നമുക്കത് മാറ്റി പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. കാരണം അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം അത് അവരുടെ ലെവലും അവരുടെ രീതിയൊക്കെ സ്നേഹഭാവത്തിലൂടെ പോകുന്നതാണ്. അപ്പൊ കോപഭാവവും നശീകരണ ഭാവവും പിശാച് തന്നെയാണ്. കൂടെ നിൽക്കുന്നത് ഭൂതഗണങ്ങൾ, നരകത്തിന്റെ ശക്തികളാണ് കൂടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് അങ്ങനെ അറിയാവൂ. പക്ഷെ ദൈവം എന്നോട് പറയുന്നത് ഇതും ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്, അതും പുത്രനാണ്, ഇവരും ഈ ഭാഗവും മക്കൾ തന്നെയാണ്, ആ ഭാഗവും മക്കൾ തന്നെയാണ്. രണ്ടുമുണ്ട്. നമ്മുടെ മനസ്സും നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രതീക്ഷയും എങ്ങോട്ടാണ്, അങ്ങോട്ട് നമ്മുടെ ആത്മാവ് മരിച്ചതിന് ശേഷം പോകും. പക്ഷെ മരിച്ചതിന് ശേഷം അയ്യോ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുമ്പോഴാണ് ഈ പുനർജന്മം എന്ന് പറയുന്ന സംഗതി വീണ്ടും വരേണ്ടി വരുന്നത്. അതേസമയം ഈ ജന്മത്തിൽ തന്നെ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോയാൽ മതി എന്ന് നമ്മൾ പൂർണ്ണമായി തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ പൂർണ്ണമായി അങ്ങനെ വിശ്വസിച്ചാൽ അങ്ങോട്ട് തന്നെ പോകും. പക്ഷെ ഇപ്പൊ നിൽക്കുന്നത് പലർക്കും ഈ സത്യങ്ങൾ അറിയാതെ തെറ്റിപ്പോകുന്നതാണ്. പലരും തെറ്റിപ്പോകുന്നുണ്ട്. അവർ തെറ്റിപ്പോകുമ്പോഴാണ് ഈ പ്രശ്നം പറ്റുന്നത്. അപ്പൊ ഈ അറിവ് മാക്സിമം സമ്പാദിക്കുക, അറിവ് നേടുക, എന്നിട്ട് അവരവർ തന്നെ അവരവരുടെ മനസ്സിനെ ആത്മാവിനെ പരീക്ഷിച്ച് നോക്കുക. ആത്മാവ് എന്തിലാണ് തൃപ്തി? കൈലാസത്തിലെ ശിവനിലാണോ, ശിവന്റെ പുത്രനായ മുരുകനിലാണോ, അതേപോലെ ശ്രീകൃഷ്ണനിലാണോ? അപ്പൊ പലരും ചോദിക്കുന്നുണ്ട്, അങ്ങനെ ശ്രീകൃഷ്ണൻ ഏലിയനാണോ അല്ലെങ്കിൽ അയ്യപ്പൻ ഏലിയനാണോ? അതൊക്കെ ഞാൻ അടുത്ത മെസ്സേജിൽ പറയാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ മനസ്സ് എങ്ങോട്ടാണോ, നമ്മുടെ വിശ്വാസം ആരിലോട്ടാണോ, ഏത് ശക്തിയിലോട്ടാണോ, അങ്ങോട്ടേ പോകുള്ളൂ. അതെല്ലാം പോകേണ്ടതെല്ലാം കറക്റ്റ് തന്നെയാണ്, തെറ്റെന്നല്ല. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അവർ തീരുമാനിക്കണം, എന്റെ മനസ്സ് എങ്ങോട്ട് പോകണം, അല്ലെ എന്റെ ആത്മാവ് എങ്ങോട്ട് പോകണം. അറിവില്ലാതെ പോയിട്ട് അടുത്ത ജന്മമെടുത്ത് വരാനായിട്ട് ഇനി കാലഘട്ടങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ദൈവം ഈ കാലഘട്ടത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. എങ്ങോട്ട് പോകണമോ നമുക്ക് പോകാം, നമ്മുടെ സ്വാതന്ത്ര്യമാണ്, നമ്മുടെ ഇഷ്ടമാണ്. പോസിറ്റീവിലോട്ട് പോകണം, അല്ലെ ദൈവത്തിന്റെ ഹൈ ലെവൽ, അല്ലെ പോസിറ്റീവിന്റെ ഹൈ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവ് ആകേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഒരുപാട് വിഷയങ്ങൾ നെഗറ്റിവിറ്റി നമ്മൾ മാറ്റേണ്ടതുണ്ട്. പക്ഷെ നെഗറ്റീവ് ഭാഗത്ത് പോകുമ്പോൾ അതൊന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറയുന്നത് പോലെ പോസിറ്റീവിലോട്ട് പോകേണ്ട ആത്മാക്കൾ നെഗറ്റീവായി പോകുമ്പോഴാണ് അവന്റെ ആത്മാവ് വളരാതെ മുരടിച്ചു പോയി
അതേപോലെ തെറ്റി നമ്മളെ നെഗറ്റീവിൽ പോകേണ്ട ആത്മാക്കൾ പോസിറ്റീവ് പോയാലും ആത്മാവ് മുരടിച്ചു പോകും. അവർക്കത് പറ്റൂല. ഇപ്പൊ ചെറിയ ചൊല്ലുണ്ട്, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയെ കിടക്കൂല എന്നൊരു ചൊല്ലുണ്ട്. അത് അതേപോലെ നെഗറ്റീവിലാണ് പോകേണ്ട ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ നന്നാക്കി എങ്ങനെ പോസിറ്റീവിലോട്ട് കൊണ്ടുപോയാലും അവനത് വിമിഷ്ടമായിരിക്കും. അവൻ ആ നെഗറ്റീവിലൂടെ മാത്രമേ അവന്റെ ആത്മാവിന് സ്വതന്ത്രമായി ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. കാരണം അവൻ ആത്മാവായിട്ട് പോവേണ്ട ആത്മാവായതുകൊണ്ടാണ്. അപ്പോൾ അവരവർ തന്നെ തീരുമാനിക്കണം അവരുടെ ആത്മാവ് പോസിറ്റീവ് പോകണോ നെഗറ്റീവ് പോകണോ. ഇനി പോസിറ്റീവിലാണെങ്കിൽ തന്നെ ഇതേപോലുള്ള ഭൂമിയിലുള്ള ചില ഏലിയൻസ്, പോസിറ്റീവ് ഏലിയൻസ് ഉണ്ട് ഭൂമിയിൽ. ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവ് ഏലിയൻസ് ഉണ്ട്, നെഗറ്റീവ് ഏലിയൻസ് ഭൂമിയിൽ തന്നെയുണ്ട്. ഇതിൽ പോസിറ്റീവ് ഏലിയൻസിന്റെ അടുത്ത് പോകണോ നെഗറ്റീവ് ഏലിയന്റെ അടുത്ത് പോകണോ എന്ന് അവരവരുടെ ഇഷ്ടമാണ്. ഇനി ഇതൊന്നും അല്ല, നമ്മുടെ പ്രപഞ്ചത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ആ ഹൈ പവർ ശക്തിയിലും ഇതിന്റെയൊക്കെ എല്ലാത്തിന്റെ അൾട്ടിമേറ്റ് ശക്തികൾ ആ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. അങ്ങോട്ട് പോകണം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നമ്മുടെ മനസ്സ് ഉയർന്ന് മറ്റേ ഈ ഭൂമിയിൽ കാണുന്ന രൂപങ്ങളിലോ മറ്റ് ശക്തികളിലോ ദേവന്മാരിലോ ദേവിയിലോ ഒന്നും ആശ്രയിക്കാതെ പ്രപഞ്ചം ഇത് മാത്രം മനസ്സ് കണ്ടും കൊണ്ട് അതിൽ മാക്സിമം പോസിറ്റീവ് ആയാൽ നമ്മളെ ആത്മാവ് ആ പ്രപഞ്ചത്തിലുള്ള ഹൈ ഡയമെൻഷനിലെ പോസിറ്റീവിലോട്ട് പോകും. അതുകൊണ്ടാണ് പണ്ടുള്ള ഋഷിവര്യന്മാരൊക്കെ വല്ല കാട്ടിലോ ഗുഹയിലോ ഒക്കെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവരുടെ മനസ്സിൽ ഈ ഭൂമിയിലുള്ള ദേവന്മാരെയോ ഒന്നും അവരുടെ മനസ്സിൽ കാണില്ല. പക്ഷെ അതിലൂടെയൊക്കെയാണ് ഈ വലുതിലോട്ട് എത്തുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഞാൻ തന്നെ എന്റെ ബാല്യകാലത്ത് ദൈവത്തെ നീ അന്വേഷിക്കണം, നീ എന്നെ അന്വേഷിക്കണം എന്നൊക്കെ ദൈവം അകത്തിരുന്ന് സംസാരിക്കുമ്പോൾ എന്നോടിലൂടെ പറയുമ്പോൾ ആദ്യം ഞാൻ പോകുന്നതെല്ലാം ഈ ശക്തികളിലൂടെയാണ്. രൂപത്തിലുള്ള ദേവന്മാരെയും ഒക്കെ അവരുടെ ഒക്കെ പിറകെ അവരൊക്കെ ദർശനത്തിൽ പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിലൂടെ തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുമ്പോഴാണ് ഞാൻ പണ്ട് എന്നെ പഠിപ്പിച്ച കൊച്ചു സ്കൂളിലെ സാറുമാരെ വിട്ടിട്ട് ഞാൻ വലിയ സാറുമാരെ അന്വേഷിച്ച് മുകളിലോട്ട് പോവുകയും അവസാനം സൃഷ്ടാവായ ദൈവത്തിലേക്ക് മാത്രം മതി എന്ന രീതിയിൽ എന്റെ മനസ്സ് എത്തുകയും ചെയ്തത്. അപ്പൊ എനിക്കിനെ താഴോട്ട് തൃപ്തി വരില്ല. അതുകൊണ്ടാണ്. അതേപോലെ നിങ്ങളുടെ തൃപ്തി നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നോക്കണം, അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. അല്ലാതെ മനസ്സ് എന്നെ സഹായിക്കുന്നത് ഗണപതിയാണ്, അല്ലെ എന്നെ സഹായിക്കുന്നത് ഈ ശക്തിയാണ് എന്ന് ഇന്ന് ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ സങ്കല്പം വെച്ച് അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് സൃഷ്ടാവദൈവത്തിന്റെ ഹൈ എന്നും പറഞ്ഞ് നടന്നാലും നടക്കൂല. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുകയും തൃപ്തിപ്പെടുന്നതും ഈ ദേവനിലോ ദേവിയിലോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങോട്ടേ പോകുള്ളൂ എന്ന സത്യം തിരിച്ചറിയണം. ഇതൊന്നും തെറ്റല്ല. ഇതെല്ലാം അവനവന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പോവേണ്ട ഓരോ രീതിയിലും പോകണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.